ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവർ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ എന്താ സാറ് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചാൽ അവർ പറയാറ് അത് ഞങ്ങൾക്ക് മറ്റു ഹോട്ടലുകാർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. നമ്മുടെ റെസ്റ്റോറൻറ്റിൽ വന്ന് കഴിക്കുന്ന ഒരുവിധം ആളുകളുടെയൊക്കെ ഒരു ഒപ്പീനിയനും കൂടെയാണ്, അല്ലെങ്കിൽ അവരുടെ ഒരു ഫീഡ്ബാക്ക് ആണ് നമ്മുടെ റെസ്റ്റോറൻറ്റ് ഭയങ്കര ഹൈജീൻ ആണെന്നുള്ളത്. സോ അത് പ്രോപ്പറായിട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ അങ്ങനെ ഒരു സ്ട്രിക്റ്റ് ഓർഡർ സാർ കൊടുത്തിട്ടുണ്ടോ? ഇത് ഏത് ഹോട്ടലായാലും ഏത് സ്ഥാപനമായാലും അതിൻ്റെ മാനേജ്മെൻറ്റിൻ്റെ ഭാഗത്തു നിന്ന് ഒരു ബേസിക് സ്വഭാവം ഉണ്ടാവും. അതായത് വൃത്തി എന്ന് പറയുന്ന ഒരു സംഭവം, ഡിസിപ്ലിൻ ആൻഡ് ക്ലീൻലിനെസ്. അതുണ്ടെങ്കിൽ അതനുസരിച്ചിട്ട് നമ്മുടെ സബോർഡിനേറ്റ്സിന് നമുക്ക് ഡയറക്ഷൻ കൊടുക്കാൻ സാധിക്കുള്ളൂ. ഇത് ഇതേപോലെ ഇരിക്കണം. ഞങ്ങൾ ഹോട്ടലിൽ നമ്മൾ ഇവിടെ അടച്ചു കഴിഞ്ഞാൽ അപ്പം തന്നെ ക്ലീനിങ് ഡിപ്പാർട്ട്മെൻറ്റ് ക്ലീനിങ് ആരംഭിക്കും. നേരം വെളുത്ത് വരുമ്പോൾ ഒരു പുതിയ റെസ്റ്റോറൻറ്റിൻ്റെ കിച്ചൺ എങ്ങനെയുണ്ടോ അതേപോലെ ഒരു അഴുക്ക് പോലും ഇല്ലാതെ വൃത്തിയായിട്ട് ഒരു പുതിയ റെസ്റ്റോറൻറ്റ് സ്റ്റാർട്ട് ചെയ്യുന്ന പോലെ ആയിരിക്കും അവിടുത്തെ ഷെഫിനും ആളുകൾക്കും വന്ന് ആരംഭിക്കുക. കിച്ചൺ മാത്രമല്ല, ടോയ്ലറ്റ്, അതുപോലെ തന്നെ വേസ്റ്റ് വാട്ടർ, ആ സൈഡ് ഒക്കെ നമ്മൾ അത്രയും ക്ലിയർ ആയിട്ട് അത് മാനേജ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവിടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റ് പോലും ഇവിടെ വന്നു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്നും ഞങ്ങളോടൊരു അഭിനന്ദനം പറഞ്ഞിട്ട് പോവാറുള്ളൂ. ഫോട്ടോ എടുക്കുമ്പോൾ പോലും അവർ ഫോട്ടോ എടുക്കുമ്പോൾ ഞങ്ങൾ എന്താ സാറ് ഫോട്ടോ എടുക്കണമെന്ന് ചോദിച്ചാൽ അവർ പറയാറ് അത് ഞങ്ങൾക്ക് മറ്റു ഹോട്ടലുകാർക്കൊന്ന് കാണിച്ചു കൊടുക്കാനാണ്. ഞങ്ങളുടെ ചില്ലറുകൾ, അതുപോലെ ഞങ്ങളുടെ ഫുഡ് സ്റ്റോറ് ചെന്ന് കഴിഞ്ഞാൽ എല്ലാം പ്രോപ്പർലി ലേബൽഡാണ്. അതിൻ്റെ മാനുഫാക്ചറിങ്, എക്സ്പയറി ഇതൊക്കെ പ്രത്യേകം രേഖപ്പെടുത്തിയില്ല ലേബൽ ഒട്ടിച്ച് വെച്ചിട്ടുണ്ടാവും. ഒരു ജ്വല്ലറിയിൽ വെച്ച പോലെ ഞങ്ങളുടെ ചില്ലറും ഇതൊക്കെ തുറന്നു കഴിഞ്ഞാൽ കാണാം. അത്ര വൃത്തിയിലാണ് ഞങ്ങൾ ചെയ്യുന്നത്. പക്ഷെ നമ്മളുടെ കസ്റ്റമേഴ്സ് നമ്മളോട് വന്ന് ഇങ്ങനെ ചോദിക്കുമ്പോൾ നമ്മളിങ്ങനെ പറയാറുള്ളൂ. അപ്പോൾ അവർ ഞങ്ങളോട് പറയാറുണ്ട് ഇതൊന്നും ആൾക്കാർക്ക് അറിയില്ല എന്ന് പറയും. ഞാൻ പറയാം അറിയുന്നവർ അറിയട്ടെ, തന്നെ അറിയും. നല്ല കാര്യങ്ങൾ പതുക്കെ പോകുള്ളൂ, പതുക്കെ അറിയുള്ളൂ, തന്നെ അറിഞ്ഞു വരട്ടെ. അതുകൊണ്ട് തന്നെ ഇപ്പം നമ്മുടെ ഇവിടെ പുതിയ പുതിയ ഹോട്ടലുകൾ തുടങ്ങുമ്പോൾ നമ്മുടെ തൃശ്ശൂർക്കാരെ പ്രത്യേകിച്ച് ഒരു സ്വഭാവം, അപ്പം എല്ലാവരും അവിടെ പോയിട്ട് അതൊരു ടേസ്റ്റ് നോക്കാൻ പോകും. പക്ഷെ ഇതൊക്കെ കഴിഞ്ഞിട്ട് ഞങ്ങളുടെ കസ്റ്റമേഴ്സ് തിരിച്ചു വന്നിട്ട് ഞങ്ങളോട് പറയാറ് നമ്മുടെ കാനറി തന്നെയാണ് നല്ലതെന്ന് പറയാറുണ്ട്. അപ്പൊ ഞങ്ങൾക്കൊരു ഭയങ്കര സന്തോഷമാണ്. അത് ഞങ്ങളുടെ ഫുഡ് അങ്ങനെ കഴിച്ച ആൾക്കാർ സ്ഥിരം അവിടെ വരുന്ന ആൾക്കാരാണ്.